നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ചില ആളുകൾക്ക് നൈറ്റി ഇടാൻ താല്പര്യം കുറവുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതേപോലുള്ള മോഡൽ ഡ്രസ്സൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ നൈറ്റി മെറ്റീരിയലിന് സാധാരണ നൈറ്റി കട്ട് ചെയ്യാൻ മടക്കിയിടാറുള്ളത് പോലെ നാലായിട്ട് ആദ്യമേ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ടോട്ടൽ ഡ്രസ്സിന് ലെങ്ത് ആവശ്യം 39 ഇഞ്ചാണ്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാണ് ചെയ്യുന്നത്. അവർക്കതൊരു 3/4 ലെങ്തിലായിട്ട് നിൽക്കുന്ന ഡ്രസ്സാണിത്. അതേപോലെ ഈ ഡ്രസ്സിൻ്റെ അടിയിലായിട്ട് ഞാൻ 5 ഇഞ്ച് വീതിയിലുള്ള ഒരു ഫ്രില്ല് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്തിൽ നിന്നും 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ ഫ്രില്ല് കഴിഞ്ഞിട്ട് 35 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ലെങ്ത് ആവശ്യം. ഞാനിവിടെ 35 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത്. അതിനുശേഷം ഈ ഫോൾഡ് ചെയ്ത വശത്ത് നിന്നും സാധാരണ മാർക്ക് ചെയ്യാറുള്ളത് പോലെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ആം ഹോളും 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് ലൈൻ വരച്ചു. 12 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ബാക്ക് ആം ഹോളും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫ്രണ്ട് ആം ഹോളും സെപ്പറേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുകളിൽ നിന്നും 14 ഇഞ്ച് താഴെ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും താഴെ 35 ഇഞ്ചിൽ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ വരേക്കും എ ലൈൻ കുർത്തിയിൽ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത് പോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പാർട്ടിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് ഞാൻ കാണിക്കുന്നില്ല. സാധാരണ നോർമലി സ്ലീവ് കട്ട് ചെയ്യാറുള്ളത് പോലെ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് 11 ഇഞ്ച് ലെങ്തിലുള്ള സ്ലീവാണ് ആവശ്യം. ഇവിടെ നിന്ന് അത്രയും ലെങ്ത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നും കുറച്ച് ബാലൻസ് ക്ലോത്ത് ഇവിടെ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണിത്. ഇതിൽ നിന്ന് വേണം ഫ്രില്ല് വെക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. എനിക്കിവിടെ 5 ഇഞ്ച് വീതിയുള്ള ഫ്രില്ലാണ് ആവശ്യം. ഫ്രില്ലിന് 5 ഇഞ്ചാണ് ഇറക്കം ആവശ്യം. അതിനുവേണ്ടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 6.5 ഇഞ്ച് ഇറക്കത്തിൽ തുണി കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 4 പീസ് തുണിയാണ്. ഇത് കഴിഞ്ഞ് 4 പീസാണ്. നീളത്തിൽ 2 തുണിയെ മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2 സെറ്റ് ഫ്രണ്ടിലേക്കും 2 പീസ് ആവശ്യമാണ്, ബാക്കിലേക്കും 2 പീസ് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തുണി ഇവിടെ നിന്നും 6.5 ഇഞ്ച് ലെങ്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 6.5 ഇഞ്ചിൽ 2 സെറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. ആവശ്യമുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കുമാണ്. സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യാനുള്ളത്. അത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പീസ് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്തതാണ്. ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും താഴോട്ട് ഇറക്കം ഒരു 10 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ലൈനിൽ നെക്ക് വെട്ട് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വെട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിന് ഇറക്കം 6 ഇഞ്ച്. ഇതൊരു ബോക്സ് ആക്കി എടുക്കുക. ഈ ബോക്സിനുള്ളിൽ ഞാനിവിടെ ഒരു കർവ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. അതിനുശേഷം മുകളിൽ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്യുക. താഴെ ഇവിടെ നിന്നും 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് വരച്ചെടുക്കുക.
ഇതേപോലെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും ആ 1 ഇഞ്ചിലേക്ക് നെക്കിൻ്റെ കോർണറിൽ നിന്നും മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെയുള്ള ഒരു ഷേപ്പിലാണ് നെക്ക് കിട്ടുക. ഇത് ഇനിയും നമുക്ക് ഒരു പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ പ്ലെയിൻ ക്ലോത്തിലാണ് ഒട്ടിക്കുന്നത്. പ്ലെയിൻ ക്ലോത്തിൽ ഒട്ടിച്ച് ചെറിയ ഹാൻഡ് വർക്ക് കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ 2 പീസും ഓരോ പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്കിലെ 2 പീസിലും ഓരോ ചെറിയ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങനെ ഇവിടെ വരേക്കും ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചെടുക്കുകയോ ചെയ്യുക. ഇതേപോലെ 2 സൈഡും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അതിനുശേഷം ഞാനിവിടെ ഒരു ലേസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതിന് അടിയിലായിട്ടിങ്ങനെ വെച്ച് ഇവിടെ നിന്നിങ്ങനെ ഒരു ലേസ് ഇവിടെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സൈഡിലും ഞാൻ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെക്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടാണിത്. ഫ്രണ്ട് പാർട്ടിൽ നല്ല വശത്ത് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം. അതേപോലെ 2 സൈഡിലും നെക്ക് വിട്ടുകൂടെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇതേപോലെ 2 പീസിലും ചെയ്തെടുക്കുക. ഈ പീസിലും ഇതേപോലെ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റുമായിട്ട് ക്യാൻവാസിൻ്റെ പീസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പിൻ കുത്തി വെച്ചതിന് ശേഷം അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ഉൾവശം സ്റ്റിച്ച് ചെയ്തു. അതേപോലെ ഈ ഭാഗവും കൂടെ ഔട്ടറിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഉള്ളിലുള്ള പീസ് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം ക്രോസ് പീസ് എടുത്ത് 2ആയി മടക്കി ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടെ ഹെമ്മിങ് ചെയ്തെടുക്കാം ബാക്കിൽ. ശേഷം ബാക്ക് പീസിലും നെക്ക് കട്ട് ചെയ്ത് ക്രോസ് പീസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക. ഫ്രില്ലിടാനായിട്ട് വെച്ചിരിക്കുന്ന പീസിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചെടുക്കുക. ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഫ്രില്ലിടാൻ എടുത്തിരിക്കുന്ന ഈ പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കി മുഴുവനായിട്ട് ചെറിയ രീതിയിൽ ഫ്രില്ലിട്ടെടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രസ്റ്റിച്ച് കൂടെ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്യുക. ബാക്ക് പാർട്ടിലും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക. സാധാരണ ഡ്രസ്സിൽ ചെയ്യാറുള്ളത് പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം മെഷർമെൻറ്റിനനുസരിച്ച് സ്ലീവ് മുതൽ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു വള്ളി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ പാർട്ടിൽ ഈ വള്ളി കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഫ്രോക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പോലെ. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.